കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീനിന്റെ കുറച്ച് പ്രോബ്ലം 2-3 പ്രോബ്ലം ചെയ്തു, മിസ്സിംഗ് വാല്യൂ ചെയ്തു അല്ലേ? കുറച്ച് വാല്യൂസ് തന്നിട്ട് അതിൽ മിസ്സായി പോയ നമ്പർ കണ്ടുപിടിക്കാൻ എങ്ങനെയാന്ന് കണ്ടുപിടിച്ചു. ഇനി ഇതിൽ തന്നെ കുറെ ടൈപ്പ് പ്രോബ്ലം വരുന്നുണ്ട്. അത് ഏകദേശം എല്ലാം പറഞ്ഞു തരാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ടഫായിട്ട് വരുന്ന പ്രോബ്ലം ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 59 ഒന്ന് എടുത്തേ. അതിനകത്ത് എക്സാമ്പിൾ 7. എക്സാമ്പിൾ 6 നോക്കണ്ട, അത് മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാനാ. അതായത് മിസ് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതല്ലേ? ഏത് ക്വസ്റ്റ്യൻ? ഇതേ ക്വസ്റ്റ്യൻ റെയിൻഫാളിന്റെ 7th. റെയിൻഫോളിന്റെ ചെയ്തത് നമ്മൾ. അതുപോലുള്ള ഒന്ന്, അതായത് ടാലി മാർക്ക് വെച്ചിട്ടുള്ളതല്ലേ? ടാലി മാർക്ക് വെച്ചിട്ടുള്ള ഒന്ന് ചെയ്തിട്ടുണ്ട്. അത് അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള റേഞ്ച് കണ്ടുപിടിക്കാൻ ആൻമരിയ പേജ് നമ്പർ 59. റേഞ്ച് കണ്ടുപിടിക്കാൻ ഹയസ്റ്റ് വാല്യൂ ഒന്ന് സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്താൽ മതി. പിന്നെ കണ്ടുപിടിക്കേണ്ടത് മീൻ കണ്ടുപിടിക്കാൻ ആ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനുള്ള സം കണ്ടുപിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെന്താ കണ്ടുപിടിക്കേണ്ടേ? ഓൺ ഹൗ മെനി ഡേയ്സ് വാസ് ദി റെയിൻഫോൾ ലെസ് ദാൻ ദി മീൻ റെയിൻഫോൾ. മീൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതിൽ കുറവ് റെയിൻഫോൾ എത്ര ദിവസം ഉണ്ട് നോക്കാൻ ആ ഡാറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മീനിനേക്കാളും കുറവ് വാല്യൂ വരുന്നത് എത്ര ദിവസം ഉണ്ട് എന്ന് നോക്കിയാൽ മതി. അപ്പൊ ആ ക്വസ്റ്റ്യനും കുഴപ്പമില്ല. നെക്സ്റ്റ് അതും ഏകദേശം അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ. പേജ് നമ്പർ 60. Example 8. The following table shows the runs scored by each player in 4 matches. 4 മാച്ചില് 3 പ്ലേയേഴ്സിന്റെ റൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ മീൻ ടു ഡിറ്റർമൈൻ എസ് ആവറേജ് റൺസ് സ്കോർഡ് പെർ മാച്ച്. ആദ്യം എന്താ കണ്ടുപിടിക്കണ്ടേ? എ എന്ന് പറയുന്ന പ്ലേയറിന്റെ മീൻ റൺ, അതായത് മാച്ച് 1, മാച്ച് 2, മാച്ച് 3, മാച്ച് 4 4 മാച്ചിലായിട്ട് എന് കിട്ടിയ റൺസിന്റെ ആവറേജ് എത്രയാ? അതെല്ലാം ടോട്ടൽ ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 വാല്യൂസ് ആണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടു ഫൈൻഡ് ദ ആവറേജ് റൺസ് പെർ മാച്ച് ഫോർ സി, വുഡ് യു ഡിവൈഡ് ദ ടോട്ടൽ ബൈ 3 or 4? Why? എന്താ ക്വസ്റ്റ്യൻ? To find the average runs per match for C, would you divide the total by 3 or 4? C യുടെ റൺസ് ഒന്ന് നോക്കിയേ. മാച്ച് 1 16, മാച്ച് 2 72, മാച്ച് 3 did not bat, മാച്ച് 4 62. അപ്പൊ അവിടെ 3 റൺസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താ ക്വസ്റ്റ്യൻ? സിയുടെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? ടോട്ടൽ റൺസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മാച്ച്. സിയുടെ ആവറേജ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ടോട്ടലിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യോ? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? വൈ? എന്തുകൊണ്ടാ ഷോൺ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? അതായത് സി എന്ന് പറയുന്ന പ്ലെയർ, എക്സാമ്പിൾ 8 പേജ് നമ്പർ 60, അതില് സി എന്ന് പറയുന്ന പ്ലെയറിന് മാച്ച് 1 16 റൺസ് ഉണ്ട്, മാച്ച് 2 72 റൺസ് ഉണ്ട്, മാച്ച് 3 ബാറ്റ് ചെയ്തിട്ടില്ല, മാച്ച് 4 62 റൺസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സിന്റെ ആവറേജ് കാണാൻ നിങ്ങൾ ടോട്ടലിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യോ? ഷോൺ പറയുന്നു 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? എന്താ ഷോൺ പറയും? മിസ് അവിടെ സീന്റെ കോളത്തില് മാച്ച് 3 സീല് ഡിഡ് നോട്ട് ബാറ്റ് അല്ലേ, അപ്പൊ അവിടെ നമ്പർ എഴുതിയില്ലല്ലോ. നമ്പർ എഴുതാത്തത് കൊണ്ടല്ല, 3 തന്നെ കറക്റ്റ്.
ഫെയ്ത്ത് എന്താ പറഞ്ഞേ? അല്ല മിസ്, അവിടെ എല്ലാം എല്ലാം പ്ലസ് ചെയ്തിട്ട് അവസാനം ബൈ 3 അല്ലേ കൊടുത്തിരിക്കുന്നത്? എവിടെ? നിങ്ങൾ എന്തിനാ ആൻസർ നോക്കി? ആൻസർ നോക്കിയിട്ട് 3 പറയണ്ട. ആഹാ, അത് കണ്ടോണ്ടാ 3 പറഞ്ഞേ. എന്തുകൊണ്ടാ അറിയോ? നമ്മളിപ്പോ എ എന്ന് പറയുന്ന പ്ലെയർ 4 മാച്ചിലും കളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ 4 ഒബ്സർവേഷൻ കിട്ടി. 4 തവണയും ബാറ്റ് ചെയ്തുകൊണ്ട് 4 ഒബ്സർവേഷൻ കിട്ടി. ബി എന്ന് പറയുന്നത് 4 മാച്ചിലും കളിച്ചിട്ടുണ്ട്. അതില് ഫസ്റ്റ് മാച്ചിൽ 0 റൺസ് മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവിടെ 4 മാച്ചിലും കളിച്ചതുകൊണ്ട് ബിന്റെ ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 4 ചെയ്യും. ഇനി സി എന്ന് പറയുന്ന പ്ലെയർ 4 മാച്ച് ഉണ്ടെങ്കിലും ഒരു മാച്ചിൽ ബാറ്റ് ചെയ്തിട്ടേ ഇല്ല. 3 മാച്ചിൽ മാത്രമേ ബാറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു മാച്ചിൽ ബാറ്റ് ചെയ്യാനേ പോയിട്ടില്ല. ആ ഒരു മാച്ച് ഇയാളെ ബാധിക്കുന്നേ ഇല്ല. 3 മാച്ച് മാത്രമേ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സിന്റെ ആവറേജ് എടുക്കാൻ വേണ്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ മനസ്സിലായുണ്ടോ എന്തുകൊണ്ടാ 3 എടുത്തേന്ന്? ഡിഡ് നോട്ട് ബാറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മാച്ച് 3 എന്ന് പറയുന്നത് ഇയാളെ ബാധിക്കുന്നേ ഇല്ല. 3 മാച്ച് മാത്രമേ ബാധിക്കുന്നുള്ളൂ. 3 മാച്ചിൽ മാത്രമേ അയാൾ കളിച്ചിട്ടുള്ളൂ. ഓക്കെ, then C, third question. B played in all the 4 matches. How would you find his average performance? അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന പ്ലെയർ 4 മാച്ചിലും കളിച്ചിട്ടുണ്ട്. എന്നാൽ എന്താ അവിടെ? മാച്ച് 1-ൽ അയാളുടെ സ്കോർ എത്രയാ? 0 റൺസ്. എന്നാലും 4 മാച്ചിലും കളിച്ചതുകൊണ്ട് എന്ത് ചെയ്യണം? 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, ഹു ഈസ് ദി ബെസ്റ്റ് പെർഫോമർ? എങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് പെർഫോമറിനെ കണ്ടുപിടിക്കുക? 3 പ്ലെയേഴ്സിനും 4 മാച്ചിലും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള റൺസാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ബെസ്റ്റ് പ്ലെയറിനെ കണ്ടുപിടിക്കുക? സിംഗിൾ വാല്യൂ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ആവറേജ് കണ്ടുപിടിക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന പ്ലെയറിന്റെ 4 സ്കോറിന്റെയും ആവറേജ് കണ്ടുപിടിക്കും. ബി എന്ന് പറയുന്ന പ്ലെയറിന്റെയും ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചു. സി എന്ന് പറയുന്ന പ്ലെയറിന്റെയും ആവറേജ് കണ്ടുപിടിച്ചു. ആ 3 ആവറേജ് നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ബെസ്റ്റ് പ്ലെയർ ഏതാണ്, ബെസ്റ്റ് പെർഫോമർ ഏതാണെന്ന് പറയാൻ പറ്റും. എങ്ങനെ? ആവറേജ് കൂടുതൽ ഉള്ളവരായിരിക്കും ബെസ്റ്റ് പെർഫോമർ അല്ലേ? ആവറേജ് കൂടുക എന്ന് വെച്ചാൽ എന്താ? അയാൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ കൂടിയിട്ടുണ്ടാവും. റൺസ് കൂടുന്തോറും ആവറേജ് കൂടും. കാരണം എന്താ? ഇവിടെ എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 4 കൊണ്ട്. 4 മാച്ചിലാണ് അവർ കളിച്ചിട്ടുള്ളത്. സി എന്ന് പറയുന്ന പ്ലെയർ മാത്രമേ ഒരു മാച്ചിൽ കളിക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കി 2 പ്ലെയേഴ്സും 4 മാച്ചിൽ 4 മാച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോ റൺസ് കൂടുന്തോറും ആവറേജ് കൂടും. റൺസ് കൂടുകയെന്ന് വെച്ചാല് അയാളുടെ പെർഫോമൻസ് കൂടുക. അപ്പോ കൂടുതൽ ആവറേജ് ഉള്ള ആളായിരിക്കും ബെസ്റ്റ് പെർഫോമർ. ഇവിടെ എന്റെ ആവറേജ് എത്രയാ? 48. ബിൻ്റെത് 27.25. സിൻ്റെത് 50. അപ്പൊ കൂടുതൽ ആവറേജ് റൺസ് കിട്ടിയിരിക്കുന്നത് ഇവിടെ സിക്കാ, പ്ലെയർ സിക്കാണ് കൂടുതൽ ആവറേജ് കിട്ടിയത്. Thus we can say player C is the best performer. അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 9. ശ്രദ്ധിച്ച് നിന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവുള്ളൂ. The mean of 10 numbers is 25. The mean of 10 numbers is 25. If 4 is subtracted from each number, then what will be the new mean? ഏതോ 10 നമ്പേഴ്സിന്റെ മീൻ 25 ആണ്. ആ 10 നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഈ 10 നമ്പേഴ്സിൽ നിന്നും 4 മൈനസ് ചെയ്താൽ, ഓരോ നമ്പേഴ്സിൽ നിന്നും 4 മൈനസ് ചെയ്താൽ എത്രയായിരിക്കും പുതിയ
മീൻ, പുതിയ ആവറേജ് എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? അത് നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, ആൻസർ നോക്കിയേ. ഉണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. കുറെ എക്സ് കാണുന്നുണ്ട്, x1 x2 x3 കുറെ കാണുന്നുണ്ട്, പിന്നെ -4 ഒക്കെ കാണുന്നുണ്ട് അല്ലേ? ആൻസർ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ എപ്പോഴും അറിയാത്തൊരു നമ്പർ, അറിയാത്തൊരു ഒബ്സർവേഷൻ നമ്മൾ എക്സ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ നമുക്ക് അറിയാത്തൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മാത്സിൽ എക്സ് എന്ന് പറയുന്ന മോസ്റ്റ് പ്രോബബ്ലി എക്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് ലെറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം, എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ലെറ്റർ. കൂടുതൽ നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് ആയി യൂസ് ചെയ്യാം, ക്യാപിറ്റൽ എക്സ് അല്ല, സ്മോൾ ലെറ്റർ എക്സ്. അപ്പോ ഇവിടെ നമുക്ക് 10 നമ്പേഴ്സിന്റെ മെയിൻ 25 ആണ് തന്നിട്ടുണ്ട്. ബട്ട് വി ഡിഡ് നോട്ട് നോ വിച്ച് ആർ ദി നമ്പേഴ്സ്. ഏതൊക്കെയാണ് ആ 10 നമ്പേഴ്സ് എന്ന് കൊടുത്തിട്ടില്ല, നമുക്കത് അറിയുകയും ചെയ്യില്ല, നമുക്കത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ 10 നമ്പേഴ്സ്, 10 ഒബ്സർവേഷൻസിൽ നിന്നും ഈച്ച് ഒബ്സർവേഷൻസിൽ നിന്നും 4 മൈനസ് ചെയ്താൽ എത്രയായിരിക്കും പുതിയ ആവറേജ്? ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. അറിയാത്ത 10 നമ്പേഴ്സ്, 10 നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ പറയാം? x1, ഒന്നാമത്തെ നമ്പർ x1, then രണ്ടാമത്തത് x2, മൂന്നാമത്തത് x3, നാലാമത്തെ നമ്പർ x4, അഞ്ചാമത്തെ നമ്പർ x5, x6, x7, x8, x9, x10. നമ്മൾ ഇങ്ങനെ x1 x2 x3 എന്ന് പറയുന്ന നമ്പേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടാണ്. എഴുതുമ്പോൾ x സഫിക്സ് ആയിട്ട് വേണം 1 എഴുതാൻ. x1, x2 ഇങ്ങനെ വേണം എഴുതാൻ. x3 ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേർഡിലാണെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മിസ് x1 x2 x3 ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഇങ്ങനെ വേണം x1 x2 x3 എന്ന് എഴുതാൻ. അതായത് x എന്ന് എഴുതിയിട്ട് നമ്മൾ സ്ക്വയർ എഴുതുമ്പോൾ മേലെയല്ലേ എഴുതുന്നേ, അതിന് പകരം നേരെ താഴെ എഴുതാം, x1 x2 x3 എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ 10 നമ്പേഴ്സും ഏതൊക്കെയാന്ന് നമ്മൾ എഴുതി. x1 x2 x3 എക്സെട്ര x10. ഇത്രയും നമ്പേഴ്സിന്റെ ആവറേജ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 25 ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് x10. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? x1 plus x2 plus എക്സെട്ര പ്ലസ് x10. അതായത് x1 മുതൽ x10 വരെയുള്ള നമ്പേഴ്സിന്റെ സം. അതാണ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് x10. അതായത് നമ്മൾ ഈ എല്ലാ നമ്പേഴ്സും എഴുതേണ്ട ആവശ്യമില്ല, അതിനിടയ്ക്ക് ഒരു എക്സെട്ര ഇട്ടാൽ മതി. എക്സെട്ര എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് x10 ഡിവൈഡഡ് ബൈ 10. ഡിവൈഡഡ് ബൈ 10. 10 നമ്പേഴ്സ് അല്ലേ ഉള്ളത് ഇവിടെ. ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു എത്രയാ? മീൻ എത്രയാന്ന് തന്നിട്ടുണ്ട്? 25 ആന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. ഇത്രയും നമ്പേഴ്സിന്റെ മീൻ എന്ന് പറയുന്നത് 25. അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം?
ഈ നമ്പേഴ്സിന്റെ എല്ലാം സം നമുക്ക് കണ്ടുപിടിക്കാലോ. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും എന്ന് കണ്ടുപിടിക്കാലോ. എങ്ങനെ കിട്ടും? x1 plus x2 plus etc plus x10 is equal to, ഇതെങ്ങനെയാ കിട്ടുന്നേ? 10 into 25. 10 into 25. ഈ ഡിവൈഡഡ് ബൈ 10 എന്നുള്ളത് ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ 25 into 10, അതായത് എത്ര കിട്ടും? 250. അതായത് ഇത്രയും നമ്പേഴ്സിന്റെ സം 250 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത്രയും മനസ്സിലായോ ചെയ്തത്? മനസ്സിലായോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ ഓരോ നമ്പേഴ്സിൽ നിന്നും 4 മൈനസ് ചെയ്യുന്നു. ഓരോ നമ്പേഴ്സിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? 4 മൈനസ് ചെയ്യുന്നു. x1 മൈനസ് 4, x2 മൈനസ് 4, x3 മൈനസ് 4, x4 മൈനസ് 4, x5 മൈനസ് 4, x6 മൈനസ് 4, x7 മൈനസ് 4, x8 മൈനസ് 4, x9 മൈനസ് 4, x10 മൈനസ് 4. ഈ 10 നമ്പേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? 4 മൈനസ് ചെയ്തു. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇങ്ങനെ ഓരോ നമ്പേഴ്സിൽ നിന്നും 4 മൈനസ് ചെയ്താൽ എത്രയായിരിക്കും പുതിയ ആവറേജ്? പുതിയ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 10 നമ്പേഴ്സ് തന്നെയല്ലേ, നമ്പേഴ്സിന്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല. ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രയും നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യും? x1 minus 4 plus x2 minus 4 plus x3 minus 4 plus അങ്ങനെ ബാക്കി എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുന്നു, എക്സെട്ര പ്ലസ് x10 minus 4. ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10. ഡിവൈഡഡ് ബൈ 10. ഇനി നിങ്ങൾ ഒരു കാര്യം നോക്കിയേ. ഇതില് x1 മൈനസ് 4, x2 മൈനസ് 4, x3 മൈനസ് 4 എത്ര തവണ നമ്മൾ 4 മൈനസ് ചെയ്യുന്നുണ്ട്? 10 ടൈംസ് 4 മൈനസ് ചെയ്യുന്നുണ്ട് അല്ലെ? 10 ടൈംസ് 4 മൈനസ് ചെയ്യുന്നു. അതായത് -4 10 ടൈംസ് ഇവിടെ ഉണ്ട് അല്ലെ? നമുക്കിപ്പോ ഇൻഡിജേഴ്സ് അറിയാം, നെഗറ്റീവ് നമ്പേഴ്സ് അറിയാം. -4 എന്ന് പറയുന്ന നമ്പർ 10 ടൈംസ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ -4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. 10 ടൈംസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മൾട്ടിപ്ലിക്കേഷനാ വരുന്നത് അല്ലെ? -4 എന്ന് പറയുന്ന നമ്പർ 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? 10 into -4 അല്ലേ? ആണല്ലോ. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ -4 എന്ന് പറയുന്ന നമ്പർ 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം? -4നെ 10 ടൈംസ് ഇവിടെ വരുന്നത് കൊണ്ട് -4 into 10 എന്ന് പറയാലോ.
അപ്പൊ ഇതിൽ നിന്നെല്ലാം -4 അങ്ങ് ക്യാൻസൽ ആയി പോകും. അതിന് പകരം എന്ത് എഴുതാം നമുക്കിവിടെ? -4 into 10. അതിൽ നിന്നല്ല -4 നമ്മൾ പുറത്തേക്ക് എടുത്തു. 10 times -4 വരുന്നുണ്ട്. അതുകൊണ്ട് -4 into 10. ബാക്കി അവിടെ എന്താ വരുന്നേ? ഇതിൽ നിന്നെല്ലാം -4 അങ്ങ് പോയി. ഇതിൽ നിന്നെല്ലാം -4 പോയാല് ബാക്കി അവിടെ x1 plus x2 plus x3 plus etc. plus x10. ഇത്രയല്ലേ വരുന്നേ? അല്ലേ? ഇനി ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 10. അപ്പൊ മേലത്തെ ഡിനോമിനേറ്ററിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? -4 into 10 plus x1 plus x2 plus x3 plus etc. plus x10. ഇതില് -4 into 10 എത്രയാ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. -4 into 10 -4 into 10 -40. ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ the product will be always negative. അപ്പൊ -4 into 10 -40 plus -4 into 10 -40. ഇനി ബാക്കിയുള്ളത് എന്താ? x1 plus x2 plus x3 plus etc. plus x10. അത് എത്രയാന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. x1 plus x2 plus etc. plus x10 250 ആണല്ലോ. അതിന്റെ വാല്യൂ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെച്ചതുകൊണ്ട് 250. അപ്പൊ -40 plus 250 -40 plus 250 divided by 10. നമ്മൾ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? നമ്മൾ പുതിയ ആവറേജ്, അതായത് -4 ഓരോ നമ്പറിൽ നിന്നും 4 എല്ലാ നമ്പറിൽ നിന്നും മൈനസ് ചെയ്താൽ എത്രയായിരിക്കും പുതിയ ആവറേജ് എന്നാ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ആവറേജ് കണ്ടുപിടിക്കാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ടു -40 plus 250 എത്രയാ? -40 plus 250 എത്രയാ? 250 ന്ന് 40 മൈനസ് ചെയ്താൽ 210. ഡിഫറൻസ് കണ്ടിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇടാം. ഡിഫറൻസ് 210. ഇവിടെ 250 ആണ് വലുത്. അത് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് പ്ലസ് 210. ഇനി 210 ഡിവൈഡഡ് ബൈ 10 എത്രയാ? 210 ഡിവൈഡഡ് ബൈ 10 is equal to 21. അപ്പൊ എത്ര കിട്ടി നമുക്ക് പുതിയ ആവറേജ്? 21 കിട്ടി. മനസ്സിലായോ ഇത് ചെയ്തത്? മനസ്സിലായോ? ആ, അപ്പൊ എക്സിന് വാല്യൂ കണ്ടുപിടിക്കണ്ടേ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പുതിയ ആവറേജ് മാത്രം. എക്സ് എത്രയോ ആയിക്കോട്ടെ, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനകത്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നമ്മൾ അറിയാത്ത നമ്പേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ x1 x2 x3 എന്ന് പറയുന്ന നമ്പേഴ്സ് എടുത്തത്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പുതിയ ആവറേജ് കണ്ടുപിടിക്കാം. ഇത് മനസ്സിലായോ ചെയ്തത്? നിങ്ങൾ ആ ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നൊന്ന് നോക്കിയേ. ലെറ്റ് x1 x2 x3 etc. x10 be 10 numbers whose mean is 25. നമുക്ക് അറിയാത്ത 10 നമ്പേഴ്സ് നമ്മൾ x1 x2 x3 x10 എടുത്തു. അതിന്റെ മീൻ എത്രയാ? 25. മീൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ സം ഡിവൈഡഡ് ബൈ 10. Then 25 is equal to x1 plus x2 plus x3 plus etc. plus x10 divided by 10. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x1 plus x2 plus x3 plus
എക്സെട്ര പ്ലസ് എക്സ് 10 ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 10. നമ്മൾ ആദ്യം ചെയ്തത് ഇത്. അപ്പൊ ഇതിന്റെ എല്ലാ സം എത്രയാണ് കിട്ടി നമുക്ക്? 250 ആണ് കിട്ടി. Then 10 new numbers, അതായത് 4 മൈനസ്, ഓരോ നമ്പറിൽ നിന്ന് 4 മൈനസ് ചെയ്യുന്ന ന്യൂ നമ്പേഴ്സ്, x1 minus 4, x2 minus 4, x3 minus 4, etc. x10 minus 4. അതാണ് ന്യൂ നമ്പേഴ്സ്. ഓരോ ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ 4 മൈനസ് ചെയ്യുന്നു. ആ ഒബ്സർവേഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുതിയ ആവറേജ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി പുതിയ മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 4 മൈനസ് ചെയ്ത നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. x1 മൈനസ് 4 പ്ലസ് x2 മൈനസ് 4 പ്ലസ് x3 മൈനസ് 4 പ്ലസ് എക്സെട്ര x10 minus 4 divided by 10. ഇവിടെ മൈനസ് 4 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, മൈനസ് 4 ഇൻറ്റു 10 എഴുതാം. ഓക്കെ, ബാക്കി ഇവിടെ വരുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് x10. അതിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 250. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് വരും? മൈനസ് 40 പ്ലസ് 250 ഡിവൈഡഡ് ബൈ 10. 10 വരുന്നത് ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10. അപ്പോൾ മൈനസ് 40 പ്ലസ് 250 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 210 ഡിവൈഡഡ് ബൈ 10. അപ്പൊ ആവറേജ് എത്രയാണ് കിട്ടി? 21. Thus the new mean is 21. അപ്പൊ മനസ്സിലായോ? പ്രശ്നമില്ലല്ലോ. ഇനി അതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ടോ നോക്കട്ടെ. Okay, page number 64. Page number 64 14th question. 14th question. The mean of 15 numbers is 5. If 2 is added to each number, then what will be the new mean? 15 നമ്പേഴ്സിന്റെ മീൻ 5 ആണ് തന്നിട്ടുണ്ട്. ഓരോ നമ്പേഴ്സിന്റെ കൂടെയും 2 ആഡ് ചെയ്താൽ എത്രയായിരിക്കും പുതിയ ആവറേജ്, പുതിയ മീൻ? ഇതേ മെത്തേഡിൽ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോ x1 x2 x3 x4 പ്ലസ് എക്സെട്ര പ്ലസ് x10 പകരം ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ ഏതായിരിക്കും? x15 ഡിവൈഡഡ് ബൈ 10 പകരം 15. ഓക്കെ, പിന്നെ ഇവിടെ x10 വരെ ഉണ്ടോ? x10 വരെയല്ല, x15 വരെ വരും. കാരണം 15 നമ്പേഴ്സിന്റെ മീനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ടല്ലോ, അപ്പൊ പറഞ്ഞുതരാം. ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ ഒരു 9:15 10 മണിക്കുള്ളിൽ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ആൻസർ അയച്ചു തരാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 10:45 നെക്സ്റ്റ് ക്ലാസ് ഇല്ലേ, അപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ തന്നെ അവിടെ ഇരുന്നൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.